46 സങ്കീർത്തനം വായിക്കാം. Let us together read Psalms 146. 146 സങ്കീർത്തനം. ഞാനത് മലയാളത്തിൽ വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്ത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പിൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം കർത്താവേ. ഇന്ന് അങ്ങയുടെ വചനവുമായിട്ട് കർത്താവെ, ഈ സങ്കീർത്തനവുമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അടിയങ്ങളോട് ഈ സങ്കീർത്തനത്തിൽ കൂടി അങ്ങ് സംസാരിക്കണം കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതാണ് നന്ദി. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. ഈ സങ്കീർത്തനം മനുഷ്യരുടെ സഹായവും ദൈവത്തിന്റെ സഹായവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണ്. മനുഷ്യരുടെ സഹായം അത് താൽക്കാലികമാണ്, അത് അസ്ഥിരമായതാണ്. എന്നാൽ ദൈവത്തിന്റെ സഹായം അത് എന്നും നിലനിൽക്കുന്നതാണ്, അത് പരിപൂർണവുമാണ് എന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് അറിയില്ല. എങ്കിലും ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലും യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറയുന്നു, അവസാനത്തിലും യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറയുന്നു. ഒരു സ്തുതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. നമുക്ക് അറിയാം, നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ഈ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും നിഷ്കളങ്കരുമാകുന്നതിന് വേണ്ടി, അവന്റെ നാമത്തിന് വേണ്ടിയാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും, നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ സങ്കീർത്തനത്തിൽ എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ജീവനുള്ള കാലത്തോളം ഞാൻ എൻ്റെ യഹോവയെ സ്തുതിക്കുമെന്ന്. അടുത്തായി മൂന്നാമത്തെ, നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത്? നാം ദൈവത്തെ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വം കുറയുന്നില്ല. കാരണം ദൈവം പരിപൂർണനാണ്, അവൻ മഹത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ്. നമ്മുടെ സ്തുതിയും ആരാധനയും കൊണ്ട് ദൈവത്തിന് പ്രയോജനമല്ല, മറിച്ച് നമ്മൾ അവനെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമുക്കാണത് പ്രയോജനം ചെയ്യുന്നത്. കാരണം അവൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും അവന്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ നാം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. സ്തുതി കൊണ്ട് എന്തൊക്കെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്? നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളുടെ കുറവുകളിൽ നിന്നും അത് മാറ്റി ദൈവത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നു. അടുത്തായിട്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ധ്യാനവും സ്തുതിയും ഒക്കെ അത് നമ്മളെ ഒരു കൂട്ടായിട്ടുള്ള ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മളുടെ കാഴ്ചപ്പാട്, നാം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ നാമമഹത്വത്തിന് വേണ്ടി, അവന്റെ ഗുണങ്ങൾ നമ്മളിൽ കൂടി പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്.
അത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറി അതൊരു സ്വർഗീയ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ ഏവരെയും നയിക്കും. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ഗുണങ്ങളെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ, ആ ദൈവിക ഗുണങ്ങൾ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് ആ ഗുണങ്ങളുള്ളവരായിട്ട് നമ്മൾ മാറ്റപ്പെടും. അടുത്തതായിട്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ തയ്യാറാക്കുകയും അത് പരിശുദ്ധാത്മ ശക്തിയെ സ്വീകരിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് സഹായത്തിന് അപര്യാപ്തമാണ്. മനുഷ്യന്റെ കഴിവുകളും അത് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുന്ന ദൈവത്തിന് മാത്രമാണ്. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും മനുഷ്യരിൽ ആശ്രയിക്കാതെ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ആശ്രയം ദൈവത്തിലായിരിക്കണം. കാരണം ദൈവം നമ്മളെ നന്നായി അറിയുകയും നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങളെ അവൻ അറിയുന്നു, നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെ മാത്രമല്ല. നമുക്കറിയാം, കർത്താവിന്റെ 3.5 വർഷത്തെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ സമയത്ത് അവൻ തന്നെ അനുഗമിച്ചവർക്ക് ആത്മീയ ആഹാരം മാത്രമല്ല നൽകിയത്, അവരുടെ വിശപ്പിന് അപ്പവും നൽകിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ രോഗികളായിട്ടുള്ളവരുടെ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടവരെ അവൻ സൗഖ്യമാക്കി. കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, മുടന്തർ നടന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാം. അവൻ നമ്മുടെ എല്ലാ ആത്മീയ ആവശ്യത്തിനും ഭൗതികമായിട്ടുള്ള ആവശ്യത്തിനും അവൻ നമുക്ക് മതിയായവനാണ്. അതുകൊണ്ട് അവനിൽ ആണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ കർത്താവിന്റെ കരങ്ങളിലെ ഒരു ആയുധങ്ങളാണ്. ആർക്ക് വേണ്ടി? മറ്റുള്ളവർക്ക് ദൈവസഹായം എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ആയുധങ്ങളാണ് നാം ഓരോരുത്തരും. ആ കാര്യവും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുപോലെ ഈ ലോകത്തിന്റെ മൂല്യങ്ങളെ ദൈവത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് ഇതിന്റെ യഹോവ വൃതന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് അഴിച്ചു കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥരെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും, സിയോനെ നിന്റെ ദൈവം, തലമുറയോളം യഹോവയെ സ്തുതിപ്പിൻ. 8-ാമത്തെ വാക്യം, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഈ ലോകത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഞാനത് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന്. ദൈവത്തിന്റെ മൂല്യങ്ങള് ലോകത്തിന്റെ സൊസൈറ്റിയുടെ മൂല്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളാണ്. ദൈവം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, മുമ്പന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ പലരും മുമ്പന്മാരാകുമെന്ന്. ഇത് ഈ ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും വളരെ വിരുദ്ധമായിട്ടുള്ള മൂല്യങ്ങളാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിച്ച് മുമ്പോട്ട് പോവുകയാണ് നമുക്ക് വേണ്ടത്. മനുഷ്യരിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ യഹോവയിൽ തന്നെ നമ്മൾ പരിപൂർണമായിട്ടുള്ള ആശ്രയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. അവൻ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണ്. നാം രോഗികളാകുമ്പോൾ, നാം മറ്റുള്ള വിവിധ പ്രശ്നങ്ങളാകപ്പെടുമ്പോൾ അവൻ നമുക്ക് മതിയായവനാണ്. മനുഷ്യർ നമ്മളെ സഹായിക്കാനായിട്ട് അവർക്ക് പരിമിതിയുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പലപ്പോഴും മനുഷ്യരിൽ നമ്മൾ പല കാര്യങ്ങളിലും ആശ്രയിക്കുമ്പോൾ അത് നടക്കാതെ വന്നു കഴിയുമ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുന്നു. കാരണം അവർക്ക് പരിമിതികളുണ്ട്. എന്നാൽ
ഒരു പരിമിതികളും ഇല്ലാത്ത ദൈവത്തിൽ നമ്മൾ പരിപൂർണമായിട്ട് ആശ്രയിക്കണം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ കർത്താവ് എല്ലാവരെയും പരിപാലിച്ച് ധൈര്യം തന്ന് ബലം തന്ന് ഇത്രത്തോളം നടത്തി ഇനിയും നടത്തുവാൻ അവൻ മതിയായവനാണ്. അതിനുവേണ്ടി നമുക്ക് അവനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡോക്ടർ മറീനയുടെ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു പ്രയർ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സിസ്റ്റർ സംഗീതയുടെ ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ജ്യോതിയുടെ എക്സാമിനേഷനിൽ പാസ്സായി ഇന്റർവ്യൂവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകളെ കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും രക്ഷയിലേക്ക് കടന്നു വരാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സമയം ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയനാഥ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രപ്പ. സർവശക്തനായ സർവ്വലോകത്തെ നിയന്ത്രിക്കുന്നതിനായ ഏറ്റവും കൃപയാലുവായ ഏറ്റവും ദയാലുവായ ദീർഘക്ഷമയുള്ള പിതാവാം ദൈവമേ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ അപ്പന്റെ പാദപീഠത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സഭയെ ഏൽപ്പിക്കുന്നു അപ്പ. കടന്നു വന്ന ഓരോ മക്കളെയും, കടന്നു വരാൻ പറ്റാത്ത മക്കളെയും ഏൽപ്പിക്കുന്നു അപ്പം. ഈ സൂം മീറ്റിംഗിനായി സ്തോത്രം. ദിസ് ഇസ് ദ ഡേ ദാറ്റ് യു ഹാവ് മെയ്ഡ്. വി വിൽ ഓൾ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ് ഇൻ ജീസസ് നെയിം. അപ്പ ഫാദർ, ഞങ്ങളാവുന്ന ദേശത്തെ, ഞങ്ങളാവുന്ന സ്റ്റേറ്റിനെ, ഞങ്ങളാവുന്ന കൺട്രീനെ, ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പ. ഈ കോവിഡിന്റെ ഭാരം കൊണ്ട് നാഥ ലോകം മുഴുവനും ഫാദർ വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് ഇതൊരു ബ്ലെസ്ഡ് ടൈം ആക്കി മാറ്റിയിരിക്കൽ സ്തോത്രപ്പ. അപ്പൊ ഈ സമയത്ത് നാശദൂതന്റെ കൈ എങ്ങനെ അങ്ങ് ദാവീദിന്റെ സമയത്ത് ആ ദേശത്തുനിന്ന് മാറ്റിക്കൊടുത്തു, അതേപോലെ ഞങ്ങളുടെ ദേശത്തുനിന്നും ഞങ്ങളുടെ രാജ്യത്തുനിന്നും ലോകരാഷ്ട്രങ്ങളിൽ നിന്നും എല്ലാം മാറ്റി ഇതിനൊരു പ്രതിവിധി പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു അപ്പം. യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളെല്ലാ അതോറിറ്റീസിനായി പ്രാർത്ഥിക്കുന്നു അപ്പൊ. യു ഇൻഫ്ലുവൻസ് ദിയർ ഹാർട്ട്സ് അവർ ഫാദർ. ലെറ്റ് ദം ടേക്ക് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു യുവർ വിൽ ആൻഡ് യുവർ വിഷ് അവർ ഫാദർ. അവർ ഫാദർ, ഈ സമയത്ത് നാഥ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ തകർക്കില്ല എന്നുള്ള വാക്തത്വ പ്രകാരം പറഞ്ഞ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും മറന്നുപോയി പറയാത്ത വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാം ചാന്തോചിതമായി ചെയ്തു തരുന്നതിനാൽ സ്തോത്രം. തക്ക സമയത്ത് സ്വർഗീയനാഥ, മെറീനയുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ അങ്ങ് എന്താ ആഗ്രഹിക്കണോ ആ ആഗ്രഹത്തെ മാനിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. അതേപോലെ ജ്യോതിന്റെ കാര്യത്തിലും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നാഥ ആ ഇന്റർവ്യൂവിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ മകള് ജ്യോതി നിന്നെ അറിഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ടോ ഒന്നും ഞങ്ങൾക്ക് അറിവതില്ല. If not, let her know the truth and let the truth set her free in Jesus' name. Abba Father, and we also pray for രാഹുൽ അപ്പ ഫാദർ. രാഹുലിന്റെ സൗഖ്യത്തിനും അവൻ ദൈവത്തെ അറിയാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ ഗ്ലോറിക്കായി മാത്രം ചെയ്യുന്നതിനായി സ്തോത്രം. ഓരോ മക്കളെയും തെരഞ്ഞെടുത്തത് അങ്ങയ്ക്ക് ഒരു പേർപ്പസ് ഉള്ളതിനാൽ സ്തോത്രം അപ്പ. ഈ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരം എന്നെ തകർക്കയില്ല എന്നുള്ള വാക്തത്വ പ്രകാരം എന്നോട് ചോദിച്ചോളാം, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ ആറ്റങ്ങളെ കൈവശമായും തരുന്നുള്ള വാക്തത്വ പ്രകാരം സഭയിലെ ഓരോ വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുവദിക്കുന്നവർക്ക് വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രത്യേകിച്ച് മക്കളുടെ ഓൺലൈൻ സ്റ്റഡീസും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ നടക്കാൻ പ്രാർത്ഥിക്കുന്നു. എടുക്കുന്ന ടീച്ചേഴ്സും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് വചനം പറയാൻ അങ്ങ് അനുഗ്രഹിച്ച മകനെയും കുടുംബത്തെയും അങ്ങയുടെ രക്തവളപ്പിൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൽ നിർത്തണം. കേൾക്കാൻ അവിടുന്ന് സഹായിച്ച് ഞങ്ങൾ ഓരോ മക്കളെയും നാഥ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്ന് ഇതൊന്നും വെറുതെ ആയി പോകല്ലേ അപ്പ. ഒരു ചെവിന്ന് കേട്ട് മറ്റു ചെവി കൂടെ കളയുന്ന പോലെ ആകാതെ നാഥ അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഞങ്ങൾ ഉപയോഗപ്പെടാൻ പ്രാർത്ഥിക്കുന്നു അപ്പ.
എന്നോട് ചോദിച്ചോളാം, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുന്ന അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാഗ്ദത്ത പ്രകാരം കടന്നു വന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞിച്ചിലും എന്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തരും. യേശു കർത്താവിന്റെ പൊന്നു നാമത്തിൽ പിതാവാം ദൈവം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ആമേൻ. ആമേൻ. എല്ലാവർക്കും ഒരു ആമീൻ പറയാം. ആമേൻ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങള് our children, please say the Bible verses now. എല്ലാവർക്കും എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? Can everybody hear me? Yes. കേൾക്കാം. Thank you. Let's look to the Lord in prayer. പ്രാർത്ഥിക്കാം. Beloved Father, you have added another day in your life, Lord. And here we are in a very difficult spot. Father, things around us is not looking very bright. And we are concerned. We are concerned for our lives. We are concerned for our families. We are concerned for our friends and brothers and sisters. Personally, Father, each one of us have our own struggles, which in your wisdom has allowed. And amongst all these crises, Lord, as we are here this morning, we look at your word. The word that has to give us strength, because this is the only hope we have, this is the only strength we have. And in your grace, Lord, give us the wisdom to understand and totally commit ourselves to it, Lord. Help us to be without wax. Help us to be without blemish, without falsehood as we sit in front of you. As we sit at your feet, as we look into your word, help us to be without bias. Help us to be without pride. Help us to just drink the water of life that you give to us. Father, I commit each one of these brothers and sisters into your hands. The circumstances that they are going through. Some of our brothers and sisters have not been able to be with us for a long time. Some of those who are very prompt, Father, I remember them this morning. Very promptly they come to your sanctuary, to a place where we gathered. They are not able to come and be part of our fellowship, Father. I pray for them. Father, Lord, speak to us and encourage those of us who are not here. Glorify your name in and through each one of us. In Jesus' most precious name we pray. Amen. It is sad, isn't it, that some of our sisters, brothers who are very promptly coming can't be here with us. You know, I'm thinking about Padmini sister, you know. She used to never miss one Sunday. She used to very faithfully come. I used to be really encouraged seeing her every morning. And I used to wonder whether she really understood the things that I said. But still she used to come. And I really miss her.
this fellowship, and also some of the other people who regularly come. Let us look to the Lord. Look in the Word for John chapter 1. John chapter 1, verse 14. John chapter 1, verse 14 reads, "And the Word was made flesh and dwelt among us. And we beheld his glory, the glory of the only begotten of the Father, full of grace and truth." Look at the 16th verse now. Skip one verse. "And of his fullness that we all received grace for grace." Okay? Read that verse together for a clearer understanding. Not that the 15th verse is not important, but for a clearer understanding. "And the Word was made flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father." What was special of him? He was full of grace and truth. And that fullness of grace, you see, the 16th verse. "And of his fullness," what fullness? The grace. "And of his fullness have we all received." What? Grace upon grace. You know, this time so bad. Yesterday I was in a funeral, and the restrictions, and even when everything is lifted up, there is no restrictions now. But yet, our life is never going to be like the olden times, I believe. A couple of months, it has completely changed. It's never going to be like that anymore. We celebrated an Independence Day sitting inside the homes, actually, terrified to gather. You see, things have changed. But in spite of that, and even if things get worse than this, we know that one thing, that our God is a God of grace. He was full of grace and truth. And that full of that grace that was full in him, we have received grace after grace, grace upon grace, grace for grace. We accumulate grace every moment of our Christian experience. Every moment of our life. We know that this is the grace of God. Grace that comes out of the abundant supply that God has, which never diminishes, which never is lacking. And we receive that sort of a grace. We have to understand that, my friends. How God has even changed this situation, and even they changed this crisis for the benefit of his church. The grace that we receive from the Lord, we have to purposely make an effort to remember how grace has been a part of our life. Romans chapter 5 verse 2. Look at Romans chapter 5 verse 2. Romans chapter 5 verse 2 says, Romans 5:2 says, "By whom also we have access by faith into his grace, wherein we stand and rejoice in the hope of the glory of God." You see that verse? It says, we stand in grace. Where do we stand? We are standing on grace. We are not standing on this ground, but we are standing on grace. That is what it actually means is to say that our very life is lived in an environment of grace. We are covered in grace. We are standing on grace. We are completely engulfed in grace. That is the grace that God has sent to us. That is the grace that we receive from the fullness of grace that was there in Jesus Christ. Grace for grace.
Look at the 17th verse of the same chapter, Romans 5:17. Romans 5:17. 5:2 says we stand in grace, isn't it? Romans 5:17. For if by one man's offense death reigned by one, much more they which receive abundance of grace and of the gift of righteousness shall reign in life by one, Jesus. What does it say? It says, not only we stand in grace, God gives us an abundance of grace. Abundance of grace. We stand in grace, we receive abundance of grace. Look at James chapter 4. James chapter 4. James chapter 4 verse 6. James chapter 4 verse 6. But he giveth more grace. Wherefore he said, God resisteth the proud, but giveth grace unto the humble. So we stand in grace, we have abundance of grace, then we receive a greater grace. That's what it says, isn't it? Giveth more grace. That means greater grace. We already have abundance of grace. Then again, more grace, more than abundant, isn't it? Greater grace. Look at 1 Peter chapter 4 verse 10. 1 Peter chapter 4, 10. First Peter chapter 4, 10 says, as every man hath received gift, even so minister the same one to one another as good stewards of manifold grace of God. Okay, I'm reading KJV. Okay, it says manifold grace of God. Manifold. Manifold എന്ന് പറയുമ്പോൾ എന്താ അറിയാമോ? Multi-facet. അല്ലെങ്കിൽ multicolored grace. You see, we have been given manifold grace of God. That means multicolored. You remember James chapter 1 verse 2 says, when you are, my dear brothers, count it all joy when you are in diverse type of temptation. Okay, various kinds of trials. Some Bible will say like that. James chapter 1 verse 2. When you are in, keep one finger there and look at Peter. Okay, keep one finger there. When you are in various types of trials, the proper translation is multicolored trials. It is like a weave where there is multicolored thread lying. Okay, multicolored thread. Various types of trials. Huh? You see that? Now you look at 1 Peter chapter 4 verse 10. What does it say? It says manifold grace of God. Again, multi-faced, multicolored grace of God. In James chapter 1 verse 2 it says we have multicolored trials. And in 1 Peter chapter 4, 10 it says we have multicolored grace. Isn't it amazing, my dear friends, how the Bible speaks to us? Multicolored trials, multifaceted grace. You see, this is the grace of God that we have. We stand in grace. We have abundance of grace. We are receiving more grace, and then we have manifold grace. Isn't it? My dear friends, we have to recognize this great thing. Grace is always given in excess for us. See, grace is always given in excess of fullness. Right? One of my teachers used to say, my dear brother, if you want to teach the word of God, make sure that you understand that you are a cup that has to be filled, constantly being filled, so that you have to overflow. Okay? You have to be filled regularly to overflow. You look at this. Jesus says his grace is overflowing out of the fullness. In the grace that is in Jesus is overflowing, and we are receiving from that fullness.
We are receiving from that fullness. You see, the grace of God is always excess. Don't ever think, in whatever situation we are, whether we are in pain, trial, trouble, whatever situation we are, never think that we are not experiencing grace. We should always realize, in that crisis, in the midst of that trouble, we are experiencing the excess of grace, the fullness of grace. Out of the fullness, out of the riches, we are receiving it. Because we need so much of grace. The reason why God is giving us grace like that is because we need that much of grace. We need abundant grace. And that God knows. And God gives us enough and more and enough, and the supply is never, never, never diminishing. It is never going down. It is never coming down, my friend. Do you realize that, my friend? I know you must be going through a pain, a crisis, a situation. But we have to realize, in that situation, in that pain, we are not experiencing a little grace, but we are experiencing abundant grace. My friend, it is the grace that saves us. It is the grace of God that He sent His Son to us. He sent His gospel to us. He sent His Holy Spirit to us. It is the grace of God by which we are saved. It is the grace of God by which we are sanctified. Not only sanctified positionally, but sanctified daily. It is by the grace of God. It is by the grace of God, my friends, that we are able to understand this word of life, words of life. We understand. Some people mock, some people laugh. Some people, they don't understand. They say it is a hard saying. Like John chapter 6 verse 60. They say it is too hard for anybody to follow. It is too hard for us to understand, to accept. No, it is the grace of God that helps us to understand the word. It is the grace of God that helps us to apply it. Give us the wisdom to apply the words that we hear, the truth that we understand from the scripture in our life. It is the grace of God. It is the grace of God that gives us power to overcome trials and temptation and sin. You see, the grace of God. And we may be wondering, I am in this condition. I am sick. I am broken. I am in such debt. My family is in trouble. Where is the grace of God? My dear friend, there is excess of grace in our life. You see, it is the word, it is the grace of God that gives us wisdom to apply the word in our life. It is the grace of God that gives us the power to overcome the trials and temptation and sin in our life. It is the grace of God that allows us to obey the Lord. It is the grace that allows us to obey the Lord. It is the grace of God that enables us to serve and to minister God and each other. It is the grace of God that carries us through suffering with endurance. It is the grace of God that lifts us up out of discouragement and brokenness and pain. My dear friend, are you wondering this morning, where is the grace of God in your life? We are receiving in abundance, my friend. That is why in 2 Corinthians chapter 9 verse 14, 2 Corinthians chapter 9 verse 14, the Bible calls the grace of God the surpassing grace of God in us. The surpassing grace of God in us. You see? That is the strength of God. And this morning, my dear friends, let me remind you one thing. See, if we take all the thrones of this world, all the thrones, ella simhasanangalum, if you take all the thrones of this world, all the thrones that was there from the beginning of this world here in this earth,
and that extends to even today. All these thrones are the place where it is ruled by strength that terrorizes and threatens us. It terrorizes and threatens us. All the thrones of this world wield their power in front of us. They show their sword in front of us. They show us, if you don't obey, we will kill you. We have the power to put you in jail. We have the power to finish you. All the thrones in this world. But the throne of heaven, my dear friend, but the throne of heaven, for the worst sinner in the world, the most wicked man in the world, the most horrible man in the world, if he comes believing to that throne is a throne of grace. That throne is a throne of grace. It is not a throne where the sword is shown. It is a throne where you see our Lord with open arms, where abundant grace is always dispensed to help us in our time of need. So, my dear friend, this morning, let me ask myself, you know, when this crisis, when everything is going bad outside and everything is going bad inside, when things outside is breaking, when corona, viral pandemic is creating havoc, it says by next month there'll be 10,000 cases every day in Trivandrum or in Kerala. 10,000 cases every day. Okay? When everything is going bad outside and when everything is going bad in nature, floods come. And yesterday I heard about some shift that happened under the earth in Kerala, and it's not an earthquake, but closer to it. Some shifting that broke people's walls and all that. People are being sent out of the homes, poor, rich, anybody. They have to run. See, when everything is going outside, you know, bad outside, we can't even fellowship, isn't it? We can't even come together. Right? So, when everything is going bad outside, and when sickness eats us from inside, right? Sickness, age, feebleness, other diseases. Can we say, my dear friend, that we are still experiencing grace? Yes. Yes, let us not forget that, okay? Whatever is the situation outside or inside, whatever is the trouble in life, is there sufficient grace? Is there sufficient? Do you think we need little more grace? Do you think we need little more grace to overcome this pandemic? We need little more grace to overcome this sickness. We need little more grace to overcome this financial crisis we are going through. We don't need a little more grace. Why? Because we have abundant grace. We have more than abundant in us, my dear friend. And let us remember, let us live remembering that we are living with abundance of grace. We are not lacking. There is no lack. Let us not, we are not lacking. We can't imagine the amount of grace that is being showered upon us. We are standing on grace. We are covered in grace, irrespective of the situation. And let me also take this time, my dear friends, to remember that grace begins at the lowest level of human need. Where does grace begin in our life? Where is it shown in our life? Primarily. Or where does it begin in our life? It begins in the physique, my friend. It begins in our body. In this flesh. The grace of God is manifested
in our bodies, in our physical. Yes, life is more than physical, isn't it? Our life is more than physical. It is not only this flesh, it is not only our body, but our Lord is sympathetic about the physical. It is more, it is not only the body, it is more than there is a spiritual, but it doesn't mean he's not interested in our physical comfort and our physical health. No. The grace of God is manifested primarily, my friend, in this world, in our physical, in the well-being of our bodies. You know, Jesus always used the miracles to show who he is, isn't it? Jesus showed miracles to show who he is, to show the world that he is not only a man, but he is a son of God. Right? He showed he showed miracles so that, you know, they will understand who he is in reality. And those miracles were not always meant for spiritual things only. It was not always meant for to deal with the providences of God, or to reveal certain spiritual truth. Yes, it did that, but not only that. It was also meant to give comfort to those who were in need. The miracles of Jesus touched men at the lowest level of need, the physical. He goes down to the depths of the human disease. You know, when people came to him, and when somebody cried to him regarding a physical need, he responded. Did he ever turn back from anybody? One leper came to him and cried, "If you will, you can make me clean. If you will, you can make me clean." He responds. Immediately Jesus responds. When the friends of the centurion, friends of the centurion came to him and said, "The servant is in the house. The servant is in the house, but he is sick of paralysis." You know what Jesus said? "Let's go. I will come." He said, "I will come." So he compassionately reached out to anybody who is sick. You know, he did an amazing work. He never neglected them. He always performed a miracle where their body is restored. When somebody came and told Jesus, "Peter's mother-in-law is sick," he said he went there and healed her, isn't it? See, that grace of God is primarily, my dear friends, displayed in our bodies. See, this is a time of medical emergency. This is a time we are wondering what is going to happen. But we shouldn't forget, it is not because our God is unable. He is able. He has given us more than enough grace to overcome anything. He has a plan. Let us remember that. And our bodies matter to him. Matthew chapter 9 verse 36. It speaks about the compassion of Jesus Christ. He's compassionate. He was moved with compassion, the Bible says. He was moved with compassion. He was moved with compassion. That's the reason he is pouring abundant grace into our lives. He's moved with compassion. When he sees our pain, when he sees our struggle, he's moved with compassion. When we cry unto him, he is ready to work. But we should also understand he has a plan. You see the original word for compassion there in Matthew chapter 9 verse 36. That is a Greek word that was actually made by the evangelists themselves. Because there was no word to speak about the compassion of Jesus Christ in the Greek. They couldn't find
when they looked at the, the apostles looked at the face of Jesus Christ, when he heard that somebody is sick and they're wanting Jesus to come and help them, or when somebody is hungry or somebody is suffering, and when Jesus heard those, when somebody told him that, and the expression that Jesus, I believe that, okay, the way Jesus reacted, these apostles saw, isn't it? They saw how perhaps his eyes welled up, or how his heart leapt out to that person who is sick. And these apostles saw that. Matthew saw that in the face of Jesus Christ. And so when he is writing the gospel, he wants to put a word there to say that Jesus was moved with compassion. And he looked for a word in the Greek. He's thinking, okay, let me put this word. And then when he sought that word out of Greek, he said, but this word is not sufficient to speak about the compassion of Jesus Christ. It can speak about my compassion, but it cannot speak about the compassion of Jesus Christ. So he looked for another word. He looked at the synonyms for compassion in Greek, but he could not find a synonym, a word for the compassion of Jesus Christ. So he made one Greek word and he put it there. And you know what that means? That means the bowels, he was moved. His intern was moved. His internal organs was moved. Do you understand, my friend? There is not even a word which can actually speak about the depth of compassion Jesus Christ has on us when we are sick and we are suffering and we are painful and we are going through, much agony. The one who went through the greatest of agony knows. And that is the compassion of Jesus Christ. The compassion that moves him to give us such grace. The compassion Jesus Christ had for you and me, my dear friend, which it is that something that moves him, his innermost being. Are you compassionate like that? Can I be compassionate like that? I don't think so, my friend. The compassion of Jesus Christ. He was moved to the very core. He is moved to the very core of his being when he sees you and me suffer. So, my dear friend, whatever struggle we are going through today, whatever it may be, whether it is with the viral attack all around us or whether it is about the crises, whatever crisis we are going through, my dear friend, understand this, that Jesus feels. He feels exactly how you feel in his heart. That is why what made Jesus our representative in front of God, because he feels, he understands that emotion exactly like how you understand. Nobody else will understand. Yesterday I went to one funeral, and in that funeral and Amici is lying still, and her son is standing beside me, and his relatives are all there, his sons are there, everybody is there, and then as I'm standing there, her son asked me to pray. And as I closed my eyes, the first thought that came to me is, Father, do I understand the pain that this son is going through when he has lost his mother? Who will understand this in this funeral? We are all gathered here, but who will understand the pain that this son is going through in the demise of this mother? Nobody, my dear friend. Nobody will understand that. Nobody can understand that the pain that the son is experiencing when the mother is gone. We are all there. But there is only one person who realizes that, my friend. There is only one person that knows exactly what is that pain, and that is our Lord Jesus Christ. And that is our Lord Jesus Christ. He knows exactly how we feel
when we go through pain, when we go through suffering. He's not only aware of our need, he's not only aware that we are going through pain and suffering, but he's also very much concerned about our need. He's very much sympathetic towards us. Never we should think that, he is not bothered about it. Never let us think that he is not understanding it. The compassion of Jesus Christ, and also, my dear friend, unlike you and me, the compassion of Jesus Christ always moved him to do an action. See, when you and I are passing when we are passing in a bus and we see somebody lying on the road, sick or an accident or a pain, probably, I'm not saying every one of you are like that, but probably most of us, we will say, "Ayo, Pav, so sad that this happened to him." But how many of us will get out of the bus and go rush, or get out of our car and go rush, or stop our motorcycle and go rush and help that person who's lying there on the ground? See, that is our compassion. That is we will say, "Oh, so sad, so bad that this happened. Ayo, Pav," we will say. But Jesus, when he feels compassion, my dear friends, he just doesn't sit there and say so sad. He moves. He does something. He takes an action. Whenever you read in the Bible that Jesus was moved with compassion, the next thing you see is that he doing something. He does something. He doesn't say so sad and he walks away. Look at Mark chapter 1 verse 40 and 41. Mark 1, 40, 41. Mark 1, 40, 41 says, "And there came a leper to him, beseeching him and kneeling down to him, saying, 'If thou wilt, thou can make me clean.' And Jesus was moved with compassion." You see that? He was moved with compassion. And he said, what did he do? He put forth his hand and touched him. You see, who will touch a leper? Right? But he was moved with compassion, put forth his hands, touched him, and said unto him, after touching, he is saying, "I will." See, if thou will, you can make me clean. Okay, first touching, then I will. Already reached out to touch him. That is the sort of compassion our Lord has. He doesn't say, "I will," and then slowly, okay, first wash his hands and then cleanse him, and then no. First he touches him. You see? How many times, my dear friends, you have said, "Oh, so sad that family is going through such pain. So sad that they are in such trouble. Are you so sad that this is happening?" But you have done nothing, isn't it? But our Lord is not like that. We have to realize He's not like us. When He is moved with compassion, He does an action. Mark chapter 6 verse 34. Mark chapter 6 verse 34. Look at that. Mark 6:34. "And Jesus, when he came out, saw much people and was moved with compassion." You see, he saw much people. All of them are not his disciples, my friend. Right? There were many of those people, were very much instrumental later on in crucifying him, isn't it? And Jesus, when he came out, saw much people, was moved with compassion towards them, because they were sheep not having a shepherd, and he began to teach them many things. Ayyo kashtam. They are like this. And later on they are going to crucify me. So let us lead them. No. He's moved with compassion and he does an action. He teaches them. See, Jesus is unlike us. He's not like us. When he's moved with compassion, he always acts on it. We don't do that. We say, that person is so sad, his life is like that. Oh, you're so sad. She, he should have used the, things wisely. We have that. We have always that. But our Lord is not like that, my friend. We will say, we will help them. We will help him. We will help her. If she will. See? We will put one clause with it. If she will. If he will. Wicked men and women like you and me do that. If. What if?
But my Lord doesn't have that if, my dear friends. Look at that. When you are, when there is pain, when there is a brother or sister who is in pain, even when there is a non-believer who doesn't know the Lord in pain, he cares for them. It's so important for us to pray for that person because he cares for them. And when he feels compassion, he acts on it. And you see, when he saw the crowd, like I said before, they were not all for him. Many of them were against him. Most of them were against him. But he felt compassion. And feeling compassion for them, he taught them. You see, the compassion of Jesus Christ always moved him to action, and it was a compassion that always included everybody. See, God's grace, the abundant grace, is not only for you and me, my dear friend. The whole world, even the lost, is experiencing the grace, isn't it? For God so loved the world. For God so loved the world, the same world that despises him. The friendship with the world is enmity with God, the Bible says. But yet, the God loved the world. You've seen it? Bible says, your friendship with the world is an enmity with God. But God loved the world, that he gave his only begotten Son. You see? I remember when I was a student, I was a naughty boy, maybe more than a bit naughty. I was a problem. And my teachers, I can say with much confidence that I have never experienced, I have studied in 8 schools in Trivandrum City, 8 schools, okay? And I can tell you, in these 8 schools, I have never experienced kindness coming from teachers. Was I a problem? Of course I was a problem. Was I easy to handle? No, I was not easy to handle. I was a problem. But kindness. We are not kind. For us being kind, we have a if. But our Lord is not like that. See, he says the world is bad. He says don't be his friend. My teachers used to call some of my friends and say, he is a problem. That fellow is a problem. He will create problem. He is a very mischievous fellow. He will put you into trouble. He is fighting every corner. But none of those teachers came and dealt with me. They came punish me. Yes, they all punished me. They enjoyed punishing me. But none of them asked me why I am like that. See, my God, he says to his children, don't be the friend of the world. Don't be the friend of the world. Because the world is bad. But God loved the world. You see? He didn't say, you should not be the friend of the world, so let the world go perish. He didn't say that. He said, I love the world and I'm going to give my Son to the world. You see that? That is the love of God. And in his love, he's not only merciful and compassionate in giving his grace, to those who he feel compassion, but he also includes everybody. It is for everybody, my friend, that grace. He not only reached out to those who were in critical condition, but he even reached out to those who criticized him, who did not accept his teaching. Those who walked away from him, he loved them. We remember that man, that rich young ruler who came to Christ and said, what shall I do to inherit eternal life? He said, sell your things and come. He went away. And what did Jesus do? When he went away? He loved him. You see? That is the grace.
And that grace that comes from God, primarily is experienced in our bodies, my friend, in our infirmities, in our difficulties, in our pain. He sympathizes with us. He wants to help us, and he will do it. And he is not trying to punish us and allow us to go through that agony. No. He understands that so well, the pain that we are going through in our bodies. He understands that so well. You know why? Because he understands that, because his concern for us is rooted in his personal experience of being a simple human like you and me. His sympathy, his pity, his love, his concern is rooted in the very fact that he too was a man, is a man like you and me. Even now, Jesus Christ is a 100% man and 100% God in heaven. Look at Hebrews chapter 4 verse 15. Hebrews chapter 4 verse 15. Hebrews 4:15 says, "For we have not an high priest which cannot be touched. For we have not an high priest which cannot be touched with the feeling of our infirmities, but in all points," please understand, my dear friend, "in all points tempted like as we are, yet without sin." He went through all that crisis, all that issue that you and I had gone through, and he understands that, the pain. My dear friend, I wanted to share all these things to you, to all of you, share a piece of my heart to all of you, just to say one thing, one primary thing. That is, whatever the situation may be, outside or inside, however pathetic our condition may be, however sad our situation may be, however weak we are, however difficult our situation may be, we have to do one thing, and one thing only, my dear friend. Because we have the understanding that what is the grace of God, isn't it? But we have to do one thing on the basis of that understanding. What is that? We have to abandon ourselves into his mighty hands. We have to abandon ourselves, my friend. We have to abandon ourselves into the mighty hand of God. We have to give ourselves away into the hands. We don't understand. We don't know why this is happening, or how this is happening, or for what is the purpose of God. We don't know. But we have to do one thing. Knowing who he is and what sort of grace he has for us. One thing. And one thing only we have to do. Abandon ourselves into his hands. Hebrews chapter 4 verse 3. It says, "For we who believe do enter that rest." For we who believe enter that rest. We who believe. And that believing is an abandoning, my friend. We know that word trust, isn't it? To believe means to trust, to have faith, yes. But it is also about abandoning ourselves into the hands of God. Abandoning. By faith we can cast ourselves. That's what Peter says. No, cast your burdens upon him. Cast ourselves into the hands of God. Without any reservation. Cast ourselves. Completely. Swinging ourselves into the hands of God. Right? Completely abandoning ourselves.
You know, this is not something that the Bible teaches us in one particular portion of the scripture. But you see in Luke chapter 14:25, isn't it? We read, if anyone come after me, let him deny himself, take up his cross daily and follow me. What does it mean, my friend? If anyone come after me, let him deny himself, take up his cross and follow. And we are wondering, what are the steps? What are the first step I should do this? Second step I should do that. Third step, my dear friend, it is speaking about abandoning yourself into the hands of God. You know what abandon means? You don't make a plan for yourself. The person who is going to be crucified does not have any plan what to do next. He has no plan. Now I am going to get crucified. Then he has no plan, my dear friend. So when the Bible says, if anybody come out, let him take up his cross. Cross means what? Let him deny himself, take up his cross and come. That means abandon. Abandon yourself. See, how many of us have abandoned ourselves into the hands of God, my dear friend, in a crisis, as we are laying sick in the bed, as we are going through great crises, as we are suffering mentally and physically, and as we are bothered about the future and we are anxious about our children. How many of us can confidently say that we have totally abandoned ourselves into the hands of God, completely trusting that hands to take us through? Can you say that, my friend, this morning? That you have abandoned yourself into the hands of God. Matthew chapter 16 verse 26. Matthew chapter 16 verse 26. It says, what good will it be for someone to gain the whole world, yet forfeit his soul? Or what can anyone give in exchange for their soul? What is it speaking about actually? It is speaking about somebody, if he is not going to abandon himself to God, what good is there for him? It is speaking about an abandonment that happens from our side. It is speaking about ourselves being abandoned into the hands of God. Romans chapter 12 verse 2. Romans chapter 12 verse 2. Do not be conformed to this world, but be transformed by the renewal of your mind, that by testing you may discern what is the will of God, what is good and acceptable and perfect. What does it mean, my friend? Abandon yourself into the hands of God. It means abandon yourself into the hands of God. Matthew chapter 11 verse 28. Matthew 11:28. Come to me, all who labor and are heavy laden, I will give you rest. What does it mean, my friend? Come to me, all who labor and are heavy laden, and I will give you. What does it mean? It means abandon yourself into the hands of God. Abandon yourself. Hebrews chapter 12 verse 2. Hebrews chapter 12 verse 2. Look at that. What does it say? Fixing our eyes on Jesus, the author and perfecter of faith, who for the joy set before him endured the cross, despising the shame, sat down at the right hand of the throne of God. What does it say? Fixing our eyes on Jesus, abandon yourself into the hands of God. That's what it says. Abandon yourself into the hands of God. Philippians chapter 1 verse 21. Philippians chapter 1 verse 21. What does it say? For me to live is Christ and to die is gain. For me to live is Christ and to die is gain. What does it actually mean? It means I have abandoned myself to Christ. Now I am not there anymore. I am finished. I have given myself away. Submit yourself therefore to God. James chapter 4 verse 7. James 4:7. Submit yourself therefore to God. Resist the devil and he will flee from you. How do you resist the devil? Abandon yourself to God. Submit yourself to God. See the importance of abandoning ourselves. We are still not abandoning ourselves. We are still maintaining certain plans for ourselves, my dear friend. Think about it. Have you abandoned yourself into the hands of God?
Matthew chapter 22 verse 37. Matthew 22:37. And he said unto him, you shall love the Lord, your God, with all your heart, with all your soul, and with all your mind. What does it mean, my friend? Abandoning yourself into the hands of God. Some of us think abandoning ourselves into Jesus Christ's hand is a heroic sacrifice. Some of us are considering it as a spiritual step. Number one step in the process. You see, forget all those steps. You see, abandoning yourself into the hands of God is not a heroic sacrifice. It is not some great thing you're doing, my friend. It is a simple sinking into the will of God. It is simply sinking away. When the ship is going to go under the water, when everything has been done to save the vessel and nothing more could be done anymore, and as the ship is going down, the captain, he takes the PA system and he says, abandon ship, 3 times or more times. Abandon, 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 run for your life, leave. That is not a heroic act, my friend. You are not going to get a medal because you abandon your ship, my friend. It is a simple sinking into the hands and will of God. Here I am, take me. Isaiah says, here I am, take me. So if you're thinking it is a great heroic act, it's a great sacrifice that you want to do, please, that is a wrong attitude. Abandon yourself into the hands of God. Don't consider your understanding of the scripture and your greatness and from which family you came and what is the physical strength and what is your salary, and please throw all those things out of your mind and completely abandon yourself into the hands of God. Give yourself away. That is the only way, my dear friend. And we can only do that by understanding that He is full of grace, complete, abundance grace. And so irrespective of the situation, let us completely surrender ourselves. Whatever situation you are, my friend, however weak you are, however tired you are, however broken you are, whatever your situation may be, Lord, I'm asking you, my dear friend, begging you, surrender yourself. Abandon yourself into the hands of the mighty Lord. Don't work for your plan. Don't work out your plan. Perhaps, our Lord may have used, taken us and must have broken us like how He broke the bread in His hand. He must have broken us, isn't it? He must have broken us through circumstances, must have broken us through sickness, must have broken us through diseases, through disappointment, or through criticism, or opposition, or poverty, or whatever situation that may happen. He must have done that. He must have allowed that in our life. And He must have, and we know He is full of grace, and because of that we know, irrespective of the situation I am in, here I am abandoning myself unto you. Abandoning myself unto you. Here I am. And when we do that, my dear friend, when we do that, the abundant grace, the greater grace, the manifold grace will keep us, will strengthen us, and will glorify God above everything else in our life. As I close, there is this hymn. There is this hymn called Turn Your Eyes Upon Jesus. Have you heard that hymn? O soul, are you weary and troubled? Are you weary and troubled? No light in the darkness you see. There is light for a Savior. There is light for a look at the Savior. The life that is more abundant than free. Then it says, turn your eyes upon Jesus. Look full in His wonderful face.
And the things of this earth will grow strangely dim in the light of his glory and grace. Turn your eyes upon Jesus. Look full in his wonderful face, and the things of this earth will grow strangely dim in the light of his glory and grace. Turn your eyes upon Jesus. Look full in his wonderful face, and the things of this earth will grow strangely dim in the light of his glory and grace. Father Lord, this morning, as we look into thy word, and we are so surrounded with so much of issues, but help us to look in your face, Father. Look at your grace that is abundant, in which we stand, more and more grace that we are experiencing. And Father, as we keep our eyes upon you, we know that the things of this earth will grow strangely dim in the light of your glory and grace. Committing each one of these brothers into your hands. Those of us who are sick, those of us who are wanting, those of us who are broken, those of us who are missing, those of us who are lonely, those of us who are frightened, those of us who are anxious. Father Lord, I commit all of these brothers and sisters into your hand, myself into your hand. Glorify your name in and through each one of our life, in all the situations that you allow in our life. Walk us through, Lord. In Jesus' most precious name I pray. Amen.